നമ്മുടെ ബോബി ചെമ്മണ്ണൂരിന്റെ വിഷയത്തിൽ ഒരു സ്റ്റാലിൻ എന്ന് പറയുന്ന ഒരു വ്യക്തി നല്ല രീതിയിൽ ഒരു പത്രസമ്മേളനം നടത്തിയത് ഞാൻ ശ്രദ്ധയിൽപ്പെട്ടു. അത് ഞാനൊന്ന് ഇതിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട്, നിങ്ങൾക്ക് നോക്കാം. അപ്പോൾ അദ്ദേഹം പറയുന്നത് നിയമത്തിന്റെ വശത്ത് നിന്നുള്ള കാര്യങ്ങളാണ്. വെറുതെ ഇപ്പം മറ്റുള്ളവർ പറയുന്ന പോലെ ചാടിക്കറി പറയുന്നതല്ല. ഇപ്പോൾ രാഹുൽ ഈശ്വർ പറഞ്ഞതുപോലെയുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇദ്ദേഹം പറയുന്നത്. കുറച്ചുകൂടി നിയമവശങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് അല്ലെങ്കിൽ അത് മനസ്സിലാക്കി തരുന്ന രീതിയിലാണ് ഇദ്ദേഹം സംസാരിക്കുന്നത്. അദ്ദേഹം പ്രത്യേകം പറയുന്നുണ്ട് ബോബി ചെമ്മണ്ണൂർ എന്ന വ്യക്തി അദ്ദേഹത്തിന് വലിയ ഇഷ്ടമൊന്നുമില്ല. അപ്പം പറയുന്ന ആർക്കും അത്ര വലിയ ഇഷ്ടമൊന്നും ഉണ്ടാവില്ല. കാരണം അയാൾ നല്ലൊരു ബിസിനസ്മാനാണെന്ന് നമുക്കറിയില്ല. അയാൾ ബിസിനസ്മാനാണ്, അയാൾ അത്യാവശ്യം റീച്ച് ഉണ്ട്, അയാൾ അത്യാവശ്യം ക്യാഷ് ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ അയാൾ പല കാര്യങ്ങളും നല്ലതും പറയുന്നുണ്ട്, മോശവും പറയുന്നുണ്ട്. നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, ഇല്ലെന്ന് പറയാൻ പറ്റില്ല. മോശം കണ്ടിട്ട് നല്ലതിനെ കണ്ണടച്ച് നമുക്ക് ഇരിക്കാനും പറ്റില്ല. നല്ലതും മോശവും ചെയ്യുന്നുണ്ട്. ഒരു നാണയത്തിന് രണ്ട് വശം എന്ന് പറയുന്ന പോലെ രണ്ട് സ്വഭാവമുണ്ട്. അപ്പോൾ അദ്ദേഹത്തിന് വലിയ താല്പര്യമൊന്നുമില്ല ആ ബോബി ചെമ്മണ്ണൂർ എന്ന് പറയുന്ന വ്യക്തിയെ. പക്ഷേ ഈ ഒരു കേസിനെതിരെ അദ്ദേഹം സംസാരിക്കുന്ന കുറച്ച് കാര്യങ്ങളാണ്, വിഷ്വൽസാണ് ഞാനിതിൽ ആഡ് ചെയ്യുന്നത്. അപ്പോൾ രണ്ട് ഭാഗത്തു നിന്നും ഇപ്പോൾ ഒരു പ്രതിയാക്കി ചേർക്കപ്പെട്ടിട്ടുള്ള ഒരാൾക്കും ഇരയായിട്ട് പ്രഖ്യാപിച്ചിരിക്കുന്ന ഒരാളും ഈ രണ്ട് കൂട്ടരെയും കോടതി കേൾക്കാൻ തയ്യാറാവണം എന്നാണ് അദ്ദേഹം പറയുന്നത്. ഇതിപ്പോൾ ഇവിടെ സംഭവിച്ചിരിക്കുന്ന ഹണി റോസിന്റെ വാദം മാത്രം കേട്ടിരിക്കുക ഈ സർക്കാരിന്റെ ഒരു ഇരട്ടത്താപ്പ് എന്ന് വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ ഒരാളെ മാത്രം സപ്പോർട്ട് ചെയ്യുന്ന ഒരു കാര്യം എന്ന് വേണമെങ്കിൽ പറയാം. ഹണി റോസിന്റെ മാത്രം വിഷയം കേട്ടിട്ട് തലേദിവസം രാത്രി കേസെടുത്തിട്ട് അടുത്ത ദിവസം രാവിലെ തന്നെ അറസ്റ്റ് ചെയ്യുന്ന ഒരു പ്രവണത. ഇപ്പം ഞാൻ പോലും ഒരു കേസ് അമ്മയുടെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റിന് വരെ ഒരു കമന്റ്, മോശം കമന്റ് ഇട്ടവനെതിരെ ഒരു കേസ് പത്തനംതിട്ട സൈബർ സെല്ലിൽ കൊടുത്തിട്ടുണ്ട്. അത് കൊടുത്തിട്ട് ഇപ്പം 2 മാസം ആവാൻ പോകുന്നു. അതിനിടയ്ക്ക് അവിടെ നിന്ന് ഒരു ചേച്ചി വിളിച്ചിട്ട് ഇതുപോലെ ആളുടെ ലിങ്ക് തരാൻ പറഞ്ഞ അക്കൗണ്ടിന്, അതും കൊടുത്തു. ഇതെല്ലാം കൊടുത്തിട്ട് ഇന്നേ വരെ കണ്ടെത്താൻ ഒരു കഴിവില്ലാത്ത ഒരു സംവിധാനമുള്ള ഈ നാട്ടിൽ ഒരു കേസ് കിട്ടി അടുത്ത ദിവസം തന്നെ അന്വേഷിക്കുക, ആ ഒരു പ്രവണത അല്ലെങ്കിൽ ആ ഒരു ഇത് നമുക്കറിയാം. എന്തിന്റെ പേരിലാണെന്നുള്ളത് നമുക്ക് ചിന്തിക്കാൻ തന്നെ പറ്റും. ഈ നാട്ടിൽ നടക്കുന്ന പല കാര്യങ്ങളും നമ്മൾ തന്നെ പലരും പോലീസിനെ വിളിച്ച് അറിയിച്ചിട്ടുള്ള പല കാര്യങ്ങളും ഇന്നേ വരെ നിയമ നടപടികൾ എടുക്കാതെ നടക്കുന്നുണ്ട്. ഇപ്പോഴും പല കേസുകളിലും ചില കുട്ടികൾക്ക് കുത്തേറ്റ് കിട്ടിയിട്ട് അവരെ കുത്തിയ ആളുകൾ വീണ്ടും മുന്നിൽ കൂടെ വിലസുന്നു എന്നൊക്കെയുള്ള ന്യൂസുകളും നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ഇതേ മാധ്യമങ്ങൾ തന്നെയാണ് ഇപ്പം ഒരു ബോബി ചെമ്മണ്ണൂരിന്റെ വിഷയം വന്നപ്പം അതിനെ എടുത്തിട്ട് അലക്കാനായിട്ട് മുന്നിൽ നിൽക്കുന്നത്. ഈ മാധ്യമങ്ങൾ നിങ്ങളൊന്ന് ചിന്തിക്കണം. ഇപ്പോഴും നമ്മുടെ നാട്ടിൽ തെളിയിക്കപ്പെടാതെ കിടക്കുന്ന ഒരുപാട് കേസുകളുണ്ട്. അപ്പൊ ആ കേസുകളിൽ കൂടെ ഒന്ന് കുത്തിപ്പൊക്കി കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഇതേ പ്രവണത നിങ്ങൾ കാണിച്ചു കഴിഞ്ഞാൽ, സർക്കാർ കാണിക്കുന്നില്ല, ഓക്കെ, മാധ്യമങ്ങളായ നിങ്ങളുടെ മാധ്യമധർമ്മം ചെയ്തു കഴിഞ്ഞാൽ ഒരു പക്ഷേ ആ കേസുകളും ഇതേപോലെ ഉയർന്നു വരാം. അല്ലാണ്ട് ഒരു കേസിന് മാത്രം ഒരു പ്രത്യേക താല്പര്യത്തോടു കൂടി ചെയ്യുക എന്ന് പറയുന്നത് വളരെ തെറ്റാണ്. ആ ഒരു കേസ് ഇന്നിപ്പം വിധി വരുന്നുണ്ട്, നമുക്കറിയില്ല എന്താ ഉണ്ടാവുക എന്നുള്ളത്. ഒരു കേസിന് മാത്രമായിട്ട് സർക്കാർ കൊടുക്കുന്ന സപ്പോർട്ട്, ഒരു സ്ത്രീയെ മാത്രം സപ്പോർട്ട് ചെയ്യുന്ന ഒരു സർക്കാരാണ് നമുക്കിപ്പോൾ ഉള്ളത്. എന്നിട്ട് സർക്കാർ പറഞ്ഞിരിക്കുന്ന എല്ലാവർക്കും തുല്യ പ്രാധാന്യമാണ്, എല്ലാ കേസുകളും ഒരേപോലെ തന്നെ എടുക്കും, എല്ലാ കാര്യങ്ങളും അങ്ങനെ തന്നെ ആയിരിക്കുന്നതാണ്. പക്ഷെ നടക്കുന്നത് പലതും പല രീതിയിലാണ്. കാശുള്ളവർ മുന്നിൽ നിൽക്കും, കാശില്ലാത്തവനാണ് പ്രതി. കാശുള്ളവരാണെങ്കിൽ കാശില്ലാത്തവനാണ് പ്രതിയാവും. അത് സത്യമായിട്ടുള്ള കാര്യമാണ്. സ്റ്റേഷനിൽ ചെന്ന് കഴിഞ്ഞാൽ അവരുടെ പിടിപാട് ഉപയോഗിച്ച് അവർ ആരാണോ പ്രതി ആ പ്രതിയെ വാദിയെ പ്രതിയാക്കുകയും ചെയ്യുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ കടന്നു പോകുന്നത്. അപ്പോൾ ഇതൊക്കെ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ കൊള്ളാം. അപ്പോൾ മാധ്യമങ്ങൾ ഇത്തരം കാര്യങ്ങളിൽ കൂടി ശ്രദ്ധ കേന്ദ്രീകരിക്കണമെന്ന് ഞാൻ അറിയിക്കുകയാണ്. ബോച്ചയ്ക്ക് നാളെ 100% ജാമ്യം കിട്ടും. എന്തുകൊണ്ട്? കാരണം നമ്മൾ ഇപ്പോൾ റെഗുലർ ജാമ്യമാണല്ലോ. അപ്പോൾ കസ്റ്റഡി പ്രോസിക്യൂഷൻ ആവശ്യപ്പെടുന്നത് എപ്പോഴും ഒരു അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് ഇയാളെ കസ്റ്റഡിയിൽ വേണം എന്നുള്ള ആ ഒറ്റ ഗ്രൗണ്ടിലാണ് ഈ ജാമ്യം കൊടുക്കുകയോ നിഷേധിക്കുകയോ ഒക്കെ ചെയ്യുന്നത്. അപ്പോൾ അവിടെ ഒരു മെയിൻ പോയിന്റ് എന്ന് പറയുന്നത് ഫെയർ ഇൻവെസ്റ്റിഗേഷനാണ്. അപ്പോൾ ഇവിടെ ബോച്ചയെ സംബന്ധിച്ച ആരോപണങ്ങൾ നോക്കുകയാണെങ്കിൽ ആ തെളിവുകളൊക്കെ വന്നിട്ട് പബ്ലിക് ഡൊമൈനിൽ ഡീറ്റെയിൽ എവിഡൻസ് ആയിട്ട് അവൈലബിൾ ആണ്. അപ്പോൾ ഇദ്ദേഹത്തിന് കസ്റ്റഡി കിട്ടിയിട്ട് അല്ലെങ്കിൽ റിമാൻഡിൽ വച്ചിട്ട് ഫർദർ എന്ത് ഇൻവെസ്റ്റിഗേഷനാണ് നടത്തുന്നത് എന്നുള്ളൊരു ചോദ്യമാണ്. രണ്ടാമത് അങ്ങനെ ആയിരുന്നു എങ്കിൽ ഈ മജിസ്ട്രേറ്റ് ആ ജാമ്യം അന്ന് തന്നെ അനുവദിക്കേണ്ട ഒരു കേസായിരുന്നു. അതായത് ആദ്യഘട്ടത്തിൽ തന്നെ ബോച്ചയ്ക്ക് ജാമ്യം ലഭിക്കണമായിരുന്നു എന്നാണ് താങ്കൾ പറയുന്നത്? തീർച്ചയായിട്ടും. കാരണം ഇത് ആർട്ടിക്കിൾ 21 എന്ന് പറയുന്നതാണ് ഒരു മനുഷ്യൻ അന്തസ്സോടെ ജീവിക്കാനുള്ള ഒരു അവകാശം. അപ്പോൾ എപ്പോഴെങ്കിലും അയാളെ ഈ ഒരു വകുപ്പിൽപ്പെടുത്തിയിട്ട് ജുഡീഷ്യൽ റിമാൻഡിൽ വിടുമ്പോൾ അദ്ദേഹത്തിന് ആ അവകാശം നഷ്ടപ്പെടുകയാണ്. അപ്പോൾ വളരെ സ്പെയറിംഗ് ആയിട്ടും അത്യാവശ്യ സന്ദർഭത്തിൽ മാത്രം കോടതി ചെയ്യേണ്ട ഒരു കാര്യമാണ് ജാമ്യം നിഷേധിക്കുക. അപ്പോൾ ഈ കേസ് ഞാൻ പഠിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ബോച്ചയ്ക്ക് ജാമ്യം നിഷേധിക്കേണ്ട യാതൊരു കാരണവും അന്ന് കോടതിക്ക് ഇല്ലായിരുന്നു. മറ്റൊരു കാര്യം, ഈ
ഹണി റോസ് വന്നിട്ട് 164 സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തിരുന്നു. അതും ഇതേ ജഡ്ജിക്ക് തന്നെയാണ് കൊടുത്തിരുന്നത്. അതേ ജഡ്ജിയാണ് ഈ ജാമ്യാപേക്ഷ പരിഗണിച്ചത്. അപ്പോൾ അദ്ദേഹത്തിന് വേണ്ടി ഹാജരായ രാമൻപിള്ളയ്ക്ക് പോലും അറിയില്ല എന്തായിരുന്നു ഈ രഹസ്യ മൊഴി കൊടുത്തതെന്ന്. തീർച്ചയായും അങ്ങനെ വരികയാണെന്നുണ്ടെങ്കിൽ ഹണി റോസിനൊരു കൂടുതൽ ഫേവർ കിട്ടിയില്ലേ, ഒരു കൂടുതൽ വാദം നടത്താൻ പറ്റിയില്ലേ. രഹസ്യമായിട്ട് മജിസ്ട്രേറ്റിനോട് കാര്യങ്ങൾ പറയുക, അത് ആ മജിസ്ട്രേറ്റിൻ്റെ മനസ്സിനെ സ്വാധീനിക്കുക, അത് വന്നിട്ട് ഈ ജാമ്യാപേക്ഷ വാദത്തിൽ പ്രതിഫലിക്കുക. ശരി. അപ്പോൾ അതിപ്പോൾ രാമപിള്ള സാർ അത് ടേക്കപ്പ് ചെയ്തിട്ടുണ്ടെന്ന് പറയുന്നു. അത് അപ്പോൾ ആർട്ടിക്കിൾ 14 ലംഘനമാണ്. ഈക്വാലിറ്റി ബിഫോർ ലോ കിട്ടിയിട്ടില്ല അവിടെ, ബോച്ചയ്ക്ക് കിട്ടിയിട്ടില്ല. അപ്പോൾ ഇതെന്താണ് യഥാർത്ഥ കാരണത്തിൽ? ഇപ്പോൾ കാരണം ഒരു അന്വേഷണത്തിൻ്റെ ആവശ്യമില്ല, ഇദ്ദേഹത്തിൻ്റെ കസ്റ്റഡിയിൽ ആവശ്യമില്ല. നമ്മൾ പ്രഥമദൃഷ്ട്യാ നോക്കുമ്പോൾ അതിൻ്റെയൊന്നും ആവശ്യമുണ്ടായിരുന്നില്ല. രണ്ടാമതൊരു കാര്യം, ഇത് വന്നിട്ട് 7 വർഷം വരെ ശിക്ഷ ലഭിക്കാൻ പറ്റുന്ന കേസുകളിൽ വന്നിട്ട് ഈ ഒരു അറസ്റ്റ് നടത്തിൻ്റെ ഒന്നും ആവശ്യം ഉണ്ടായിരുന്നില്ല. ഒരു നോട്ടീസ് കൊടുത്തിട്ട് ഇന്ന ദിവസം ഇത്ര മണിക്ക് നിങ്ങളിവിടെ ഹാജരാകണമെന്നൊരു ഇൻഫർമേഷൻ കൊടുത്തത്. ആ സമയത്ത് അദ്ദേഹം അവിടെ വന്ന് പിന്നെ ഈ ചോദ്യം ഒക്കെ ചോദിച്ചതിന് ശേഷം പോലും അകാരണമായിട്ട് വ്യക്തമായ കാരണങ്ങളില്ലെങ്കിൽ അദ്ദേഹത്തിന് അറസ്റ്റ് ചെയ്യാൻ പാടില്ല. അദ്ദേഹത്തെന്നല്ല, ഒരു വ്യക്തി എക്സ്വൈസർ ആരായാലും എന്നുള്ള നിയമം നിലനിൽക്കെ ഇവിടെ എന്താ സംഭവിച്ചത്? 7-ാം തീയതി ഒരു കംപ്ലയിൻറ്റ് കൊടുക്കുന്നു, രാത്രി വളരെ നാടകീയമായിട്ട് ഇദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തുകൊണ്ട് വരുന്നു. ഞാനിപ്പോൾ ബോച്ചയുടെ ഐ ഹേറ്റ് ദാറ്റ് ഫെലോ, പക്ഷേ എന്നാലും ഞാൻ വേറൊരു വ്യക്തിയായിട്ട് സങ്കല്പിച്ചാൽ പോലും എന്നിട്ട് ഇവിടെ നിയമത്തിൻ്റെ കണ്ണിലൂടെ മാത്രം, അല്ലാതെ ഞാൻ ബോച്ചയ്ക്ക് വേണ്ടി ഈ വക്കാലത്തുമായിട്ട് വന്നിരിക്കുന്ന ഒരു വ്യക്തിയില്ല. ആ ബോച്ചയുടെ സ്ഥാനത്ത് ഞാനാണെന്ന് സങ്കല്പിക്കാം. ശരി. അപ്പോൾ കൊണ്ടുവരിക, ആ എന്നെ പ്രൊഡ്യൂസ് ചെയ്യണ അതേ സെക്ഷനിൽ അപ്പോഴും തന്നെ ജാമ്യവാദം കേൾക്കുക, അതേ ജഡ്ജി തന്നെ മുൻപ് ഈ എനിക്കെതിരെ കംപ്ലയിൻറ്റ് കൊടുത്ത ആളിൻ്റെ 164 സ്റ്റേറ്റ്മെൻറ്റ് വാങ്ങിക്കുക. അപ്പോൾ ഇതൊക്കെ വരുമ്പോൾ ഇതൊരു ഈ വ്യക്തിക്കെതിരെയുള്ള അവകാശങ്ങളുടെ ലംഘനം മുന്നോട്ട് ഈ ക്രിമിനൽ കേസല്ലേ, ഇറ്റ് വിൽ ടേക്ക് ഇറ്റ്സ് ഓൺ കോഴ്സ്. ഒരുപാട് സമയങ്ങളും കാര്യങ്ങളും ഒക്കെ എടുക്കും. പക്ഷേ ഇവിടെ ഹണി റോസിനെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രധാന ഇഷ്യൂ വരാൻ പോകുന്നത്, ഈ കേസിൽ ബോച്ചെ ശിക്ഷിക്കപ്പെടാത്ത പക്ഷം, പുള്ളി ഒരുപാട് ഫെയറൊക്കെ ഉള്ള കക്ഷിയാണ്, ഇഷ്ടംപോലെ കോടികളുള്ള ഒരു മനുഷ്യനാണ്, പുള്ളിയുടെ സെൽഫ് എസ്റ്റീമിനെ ബാധിച്ച ഒരു കേസാണിത്. അപ്പോൾ തീർച്ചയായിട്ടും പുള്ളിക്ക് വന്നിട്ടൊരു ഡിഫമേഷൻ കേസ് കൊടുക്കുക, അത് കുറച്ചൊന്നും ആയിരിക്കില്ല എമൗണ്ട്. കാരണം നാളെ ബോബി നിരപരാധിയാണെന്ന് തെളിയിക്കാൻ സാധിച്ചാൽ മാത്രം, നാളെ നിരപരാധിയാണോ അല്ലയോ എന്നല്ലാതെ തെളിയിക്കാൻ പോകുന്നത്. പിന്നെ ഈ അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് ഇപ്പോഴും ബോബി കുറ്റക്കാരനല്ല നിയമത്തിന്റെ കണ്ണിൽ, അക്യൂസ്ഡ് മാത്രമാണ്. അപ്പൊ നാളെ തീരുമാനിക്കുന്നത് ഇദ്ദേഹത്തെ ഇനി ഈ സെല്ലിൽ അടച്ചിട്ടേക്കേണ്ട ആവശ്യമുണ്ടോ ഇല്ലയോ എന്ന് മാത്രമാണ്.